ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശീർഷകങ്ങളൊന്നുമില്ലാത്ത ഈ അധ്യായത്തിൽ 33 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ്? ഉത്തരം: സ്വർഗീയ ഔന്നത്യത്തിൻ്റെ. ചോദ്യം 2. സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമായതെന്ത്? ഉത്തരം: ആകാശവിധാനം. ചോദ്യം 3. മഹനീയ ദൃശ്യം എന്ത്? ഉത്തരം: സ്വർഗം. ചോദ്യം 4. ഉദിച്ചുയരുന്ന സൂര്യൻ എന്ത് വിസ്മയാവഹമാണെന്നാണ് പ്രഘോഷിക്കുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ സൃഷ്ടി. ചോദ്യം 5. സൂര്യൻ ഭൂമിയെ വരട്ടുന്നത് എപ്പോൾ? ഉത്തരം: മധ്യാഹ്നത്തിൽ. ചോദ്യം 6. സൂര്യൻ്റെ എന്ത് സഹിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം: അത്യുഗ്രമായ ചൂട്. ചോദ്യം 7. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാര്? ഉത്തരം: ചൂള ജ്വലിപ്പിക്കുന്നവൻ. ചോദ്യം 8. സൂര്യൻ ജ്വലിക്കുന്ന ചൂളയുടെ 3 ഇരട്ടി ചൂടിൽ ദഹിപ്പിക്കുന്നത് എന്തിനെ? ഉത്തരം: പർവ്വതങ്ങളെ. ചോദ്യം 9. സൂര്യൻ ചൊരിയുന്നതെന്ത്? ഉത്തരം: അഗ്നിശരങ്ങൾ. ചോദ്യം 10. സൂര്യൻ എന്തുകൊണ്ടാണ് കണ്ണഞ്ചിപ്പിക്കുന്നത്? ഉത്തരം: ഉജ്ജ്വല രശ്മികൾ കൊണ്ട്. ചോദ്യം 11. കർത്താവിൻ്റെ കൽപ്പനയിൽ സൂര്യൻ കൂട്ടുന്നതെന്ത്? ഉത്തരം: ഗതിവേഗം. ചോദ്യം 12. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനെ? ഉത്തരം: ചന്ദ്രനെ. ചോദ്യം 13. കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്തിന്? ഉത്തരം: കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും. ചോദ്യം 14. ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നതെന്ത്? ഉത്തരം: ഉത്സവ ദിനങ്ങൾ. ചോദ്യം 15. എപ്പോൾ ക്ഷയിക്കുന്ന വെളിച്ചമാണ് ചന്ദ്രൻ? ഉത്തരം: പൂർണ്ണതയിൽ എത്തിയിട്ട്. ചോദ്യം 16. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ഉത്തരം: അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ. ചോദ്യം 17. എന്തിൻ്റെ പ്രകാശഗോപുരമാണ് ചന്ദ്രൻ? ഉത്തരം: ആകാശ സൈന്യങ്ങളുടെ. ചോദ്യം 18. ആകാശത്തിൻ്റെ സൗന്ദര്യം എന്ത്? ഉത്തരം: നക്ഷത്രങ്ങളുടെ ശോഭ. ചോദ്യം 19. എവിടെ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയാണ് നക്ഷത്രങ്ങൾ? ഉത്തരം: കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ. ചോദ്യം 20. ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത്? ഉത്തരം: പരിശുദ്ധൻ്റെ. ചോദ്യം 21. നക്ഷത്രങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഉത്തരം: കണ്ണു ചിമ്മുന്നില്ല. ചോദ്യം 22. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത്? ഉത്തരം: സൃഷ്ടാവിനെ. ചോദ്യം 23. മഴവില്ല് ആകാശത്തെ വലയം ചെയ്യുന്നത് എപ്രകാരം? ഉത്തരം: മനോഹരമായ ചാപം കൊണ്ട്. ചോദ്യം 24. ആരുടെ കരങ്ങളാണ് മഴവില്ല് കുലച്ചിരിക്കുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ. ചോദ്യം 25. കർത്താവ് തൻ്റെ കൽപ്പനയാൽ അയക്കുന്നത് എന്തിനെ? ഉത്തരം: ഹിമവാതത്തെ. ചോദ്യം 26. കർത്താവ് വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുമ്പോൾ സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നതെന്ത്? ഉത്തരം: മേഘങ്ങൾ. ചോദ്യം 27. കർത്താവ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നത് എപ്രകാരം? ഉത്തരം: കർത്താവിൻ്റെ മഹത്വത്താൽ. ചോദ്യം 28. പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് എപ്പോൾ? ഉത്തരം: കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ. ചോദ്യം 29. തെക്കൻ കാറ്റ് വീശുന്നത് എപ്പോൾ? ഉത്തരം: കർത്താവ് ഇച്ഛിക്കുമ്പോൾ. ചോദ്യം 30. കർത്താവ് ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെ? ഉത്തരം: മേഘഗർജനം, വടക്കൻ കാറ്റ്, ചുഴലിക്കാറ്റ് എന്നിവ കൊണ്ട്.
ചോദ്യം 31. കർത്താവ് മഞ്ഞ് വിതറുന്നത് എപ്രകാരം? ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ. ചോദ്യം 32. വെട്ടുക്കിളിപ്പറ്റം പോലെ ഇറങ്ങി വരുന്നതെന്ത്? ഉത്തരം മഞ്ഞ്. ചോദ്യം 33. മഞ്ഞ് എപ്രകാരമാണ് കണ്ണഞ്ചിക്കുന്നത്? ഉത്തരം വെണ്മ കൊണ്ട്. ചോദ്യം 34. മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത്? ഉത്തരം മനസ്സ്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണേ.